ബിഗ് ബോസ് വീട്ടിൽ വരാൻ പോകുന്ന പുതിയ അതിഥി ആരാണ്? അത് ലാലേട്ടൻ 2 അല്ലേ? ലാലേട്ടൻ 2 അതെ, ലോഞ്ച് എപ്പിസോഡിൽ നിന്ന് ലാലേട്ടൻ പറഞ്ഞ ആ വ്യക്തി, അതോ പുതിയ വൈൽഡ് കാർഡാണോ? പിന്നെ ഇന്ന് ശ്രീരേഖനെ മലർത്തി അടിക്കാൻ പറ്റിയായിരുന്നോ റോക്കിക്ക്? ഇന്ന് ശ്രീരേഖ കുറച്ച് മണ്ടത്തരങ്ങൾ വിളമ്പി. അതായത് രതീഷ കാരണമാണ് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റാത്തത്, സ്പേസ് കിട്ടാത്തത്, കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തത്. സത്യം പറഞ്ഞാൽ ഇവിടെ റോക്കി ചെയ്തതല്ലേ കറക്റ്റ്? റോക്കി സ്റ്റാൻഡ് എടുത്തിട്ടായിരുന്നോ? പിന്നെ ലവ് ട്രാക്ക് തന്നെയാണോ നമ്മുടെ ഗബ്രിയും ജാസ്മിനും പിടിക്കുന്നത്? അവർ ലവ് ട്രാക്ക് പിടിക്കുകയാണെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ഗെയിമിന് അത് ബാധിക്കത്തില്ലേ? നൂറ ജാസ്മിൻ അവസാനിച്ചു, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഫ്രണ്ട്ഷിപ്പ് ഗെയിം അങ്ങനെ എന്തെങ്കിലും വരുമോ? പവർ ടീമിനോട് മത്സരിക്കാൻ വേണ്ടി സിജോയുടെ ടീമാണ് പോയിരിക്കുന്നത്. നാളെ സുരേഷിന്റെ പ്രാങ്ക് നടക്കുമോ? ലാലേട്ടന്റെ വൈൽഡ് കാർഡ് വരുമോ? പവർ ടീമും സിജോ ആയിട്ട് മത്സരിച്ചിട്ട് അടുത്ത പവർ ടീം ആരാകും? എല്ലാ കാര്യങ്ങളും പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ എന്നിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മാർച്ച് 14 എപ്പിസോഡ് 5 അനാലിസിസും റിവ്യൂ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാം. ഈ പവർ ടീം അംഗങ്ങൾക്ക് എന്ത് പണിഷ്മെന്റ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടെന്ന് അറിയത്തില്ല. വെള്ളം കുടിക്കാൻ പാടില്ല, ഉറങ്ങാൻ അങ്ങനെയുള്ള പണിഷ്മെന്റ് ആണ്. ആദ്യം ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യുക, കുറച്ച് പണിഷ്മെന്റുകൾ ഏത് ലെവലിലുള്ള പണിഷ്മെന്റ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടെന്നുള്ളത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാര്യം ഇവരുടെ നഴ്സറി ടീച്ചർമാർ പോലെയാണ് കുറച്ചൊക്കെ പെരുമാറുന്നത്. അതിൻ്റെ കുറച്ച് വേറെ ഹയർ വേർഷൻ ആണോ, ഗെയിമിലെ പണിഷ്മെന്റ് ആണോ, എന്താണ് കൊടുക്കേണ്ടെന്നുള്ള ഒരു രീതി, കുറച്ച് പണിഷ്മെന്റുകൾ എന്താണെന്നുള്ള എക്സാമ്പിൾ എഴുതി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് ഗെയിമിലെടുത്ത് പ്രയോഗിക്കുകയും ചെയ്യാം. ഇന്ന് ശ്രീരേഖ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധ മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം അവര് ഇൻഡയറക്ട്ലി രതീഷിനെ ബെസ്റ്റ് ഗെയിമറാക്കി അവിടെ കാണിച്ചു. അതായത് രതീഷ് കാരണം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, രതീഷ് കാരണം അവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. അവരെ മാത്രമല്ല ബാക്കിയുള്ളവരെയും കൂടെ ചേർത്താണ് പറഞ്ഞത്. നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, നമുക്ക് ഒരു സ്പേസ് കിട്ടുന്നില്ല, ഇങ്ങനെയെല്ലാം അവർ പറഞ്ഞു. ഇതിനെ ശക്തമായി തന്നെ ഒറ്റ ഭാഷയിൽ എതിർത്തത് റോക്കിയാണ്. റോക്കി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ എതിർത്തത്. ഞാൻ ആലോചിച്ചത് എന്തിനാ ആരും എതിർക്കാതിരിക്കുന്നത് എന്നുള്ളത്. കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞത് വളരെ ആ റീസൺ കാര്യം കറക്റ്റ് ആണെങ്കിലും ആ റീസൺ വളരെ ഒട്ടും യോജിക്കാത്ത, അല്ലെങ്കിൽ വേറെ കണ്ടസ്റ്റന്റ് കാരണം അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. അതിനല്ലേ നമ്മളിവിടെ വന്നത്. മറ്റ് മത്സരാർത്ഥികൾ നമുക്ക് സ്പേസ് തരില്ല, മറ്റ് മത്സരാർത്ഥികൾ നമുക്ക് പ്രഷർ തരും. അതുകൊണ്ട് ആ പ്രഷറിലും ആ ഒരു സ്പേസിലുമാണ് നമ്മൾ സ്പേസ് കണ്ടെത്തണം, നമ്മൾ കണ്ടന്റ് കണ്ടുപിടിക്കണം. അല്ലാണ്ട് നമുക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്പേസ് കിട്ടുന്നില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, മറ്റ് സ്പേസ് കിട്ടുന്ന അല്ലെങ്കിൽ സ്പേസ് കണ്ടന്റ് തരുന്ന മത്സരാർത്ഥികൾ, വർത്താനം പറയാൻ മത്സരാർത്ഥികളൊക്കെ ഒന്ന് മാറി തന്നാൽ ഞാനിവിടെ സ്പേസ് ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത് അല്ലേ? അതായത് സ്വയം താഴ്ത്തുന്ന രീതിയിലും രതീഷിനെ പൊക്കുന്ന രീതിയിലുമാണ് ഇവിടെ പറഞ്ഞത്. അവിടെ രതീഷ് വിജയിക്കുകയും ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് ചൂണ്ടിക്കാട്ടിയത് റോക്കിയാണ്. പിന്നെ ഇതിനകത്ത് ശ്രീരേഖ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. റോക്കിയുടെ വീടിൻ്റെ കാര്യം 7000 സ്ക്വയർ ഫീറ്റ് ഉള്ളതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ലക്ഷറി ബജറ്റ് പോയാൽ. ഇതൊക്കെ അനാവശ്യമായ ഒരു പരാമർശമായിട്ട് പേഴ്സണലായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീരേഖയും റോക്കിയായിട്ടുള്ള തർക്കം വളരെ നല്ല രീതിയിൽ തന്നെ പോയി. അവരവരുടെ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു. രതീഷ് എന്തായാലും ഈ ഒരു സംഭവം ഫുള്ളായിട്ട് ഉപയോഗിച്ചു. പുള്ളിക്കാരന് നല്ല രീതിയിൽ കണ്ടന്റും കിട്ടി, അവർക്ക് കണ്ടന്റ് കൊടുക്കുകയും ചെയ്തു. എന്നാലും ഏത്തമൊക്കെ മറ്റോ ഒരുപാട് വ്യക്തികളെ കൊണ്ട് ഇവർ ഏത്തം ഇടിപ്പിക്കുന്നുണ്ട്, രതീഷിനെ പുറത്ത് കിടത്തുന്നുണ്ട്. അപ്പൊ ശ്രീരേഖയും അവർ നാളെ പവർ ടീം മാറും. അപ്പൊ മറ്റ് പവർ ടീമും അംഗങ്ങൾ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴും ഇവർ മടികൂടാതെ ഇതൊക്കെ ചെയ്താൽ വളരെ നന്നായിരുന്നു. നമുക്ക് നോക്കാം ഇവർ പവർ ടീമിൽ നിന്ന് മാറുമ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഇവരെ ശിക്ഷ കൊടുക്കുന്നതും, അപ്പോൾ ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നും എനിക്കൊന്ന് കാണണം. കാര്യം ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ശ്രീരേഖ അതൊരു എടുത്തുചാട്ടം ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. മറ്റ് പവർ ടീമിലെ അംഗങ്ങളുമായിട്ട് ചേർന്ന് ആലോചിച്ച് വേണമായിരുന്നു ഈ ഇമാതിരിയുള്ള സംഭവങ്ങളൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് റോക്കി ഇന്ന് ട്രൂത്ത് ആൻഡ് ഫേക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, റോക്കിയുടെ വേറെ കാര്യങ്ങൾ ആദ്യം ചെയ്തത് റോക്കി. പക്ഷേ ട്രൂത്ത് ആൻഡ് ഫേക്കിൽ റോക്കി പറഞ്ഞായിരുന്നു ഈ ഒരു ഗെയിം കളിക്കുന്നത് മത്സരാർത്ഥികളുടെ കള്ളത്തരം കണ്ടുപിടിക്കാനാണ്. സീസൺ 5 ചിലവർ കഥകൾ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ കള്ളക്കഥ ഫേക്ക് കഥകളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഇതിനകത്ത് നമ്മൾ ഫേക്ക് കഥ, ഇങ്ങനെ ഒരു അമ്മയുണ്ടോ, ഇവർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ, എനിക്ക് തോന്നുന്നില്ല അതാണെന്ന്. കാര്യം അപ്സരയായിട്ടാണ് റോക്കി ഇവിടെ വഴക്കുണ്ടായത്. അപ്പോൾ അപ്സര അതിനകത്ത് പറഞ്ഞത് മറ്റ് കണ്ടസ്റ്റൻറ്റുമായിട്ട് നമ്മൾ എത്രമാത്രം അവരെ മനസ്സിലാക്കി എന്നുള്ളതുള്ള മത്സരമാണ്, അല്ലാണ്ട് അതല്ല. പക്ഷേ റോക്കി അതിന് ഓരോ കാര്യങ്ങളും റോക്കി അത് ഗെയിമായിട്ട് എടുക്കുന്നുണ്ട്, ഓരോ കാര്യത്തിലും ഗെയിം കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു കാര്യത്തിലല്ല ബിഗ് ബോസ് അവർക്ക് കൊടുത്തത്. ഇനി സിജോ ഇവിടെ നന്നായിട്ട്, സിജോ പവർ ടീം ടാസ്ക് ജയിച്ചു, സിജോന്റെ ടീം. അതിന് സത്യം പറഞ്ഞാൽ സിജോ ആണ്
മാത്രമാണ് അവിടെ വിജയിപ്പിച്ചത്. കാര്യം സിജോയും ഉണ്ട്, പിന്നെ ശരണ്യയും ഉണ്ട് കുറച്ച് പങ്ക്. ബാക്കി ശ്രീധുവിനാണെങ്കിലും നൂറയ്ക്കാണെങ്കിലും പിന്നെ സുരേഷിനാണെങ്കിലും ഒരു പങ്കും ഇതിനകത്തില്ല. കാര്യം ഇവർ രണ്ടുപേരോട് വർത്തമാനം പറഞ്ഞും അത് കുറച്ചും കൂടെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സിജോ പവർ ടീമായിട്ട് മത്സരിക്കും. നാളെ അറിയാം സിജോ ആണോ ജയിക്കുന്നത്, അടുത്ത പവർ ടീം സിജോയുടെ ഗ്രൂപ്പാണോ അടുത്ത പവർ ടീം എന്നുള്ളത്. എന്തായാലും സിജോ ഇവിടെ പറയുന്നുണ്ട് എനിക്ക് പവർ വേണം, പവർ തന്നാൽ ഞാൻ അവിടെ 14 പേരെയും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും, 14 ആഴ്ചത്തേക്ക് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ആൾക്കാരെ ഞാൻ 14 ആഴ്ചത്തേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 14 ആഴ്ചത്തേക്ക് നമുക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ ആ ആള് അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആവുകയോ പവർ ടീം അംഗമാവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും അവസ്ഥ അതെനിക്കറിയില്ല. എന്തായാലും സിജോ അതാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് എന്തൊക്കെ പണിഷ്മെന്റുകളാണ് ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നൽകാൻ പറ്റുന്നുള്ള എക്സാമ്പിൾസോ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുക. അല്ലാണ്ട് വെള്ളം കുടിക്കാൻ പറ്റൂല, നിങ്ങൾ കണ്ണടച്ച് നിൽക്കണം, നിങ്ങൾ എന്താണ് മേക്കപ്പ് ഇട്ട് കളിക്കണം, ഇതൊക്കെയാണ് പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഗെയിം ലെവൽ പണിഷ്മെന്റ് കൊടുത്താൽ നന്നായിരുന്നു. ഇനി അപ്പം ഇതുപോലത്തെ ഒരുമാതിരി സ്കൂൾ കുട്ടികളെ പോലെ നഴ്സറി ടീച്ചേഴ്സിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടും പോലെ തോന്നി. ഇന്ന് ഗബ്രി ജാസ്മിൻ ഇവർ ശരിക്കും പറഞ്ഞാൽ ലവ് ട്രാക്ക് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ബിഗ് ബോസ്. പക്ക ലവ് ട്രാക്ക്. ഇന്ന് രാവിലെ 3 മണിക്ക് അവരുടെ ഒളിച്ചു കളിയും എല്ലാം എനിക്ക് ലവ് ട്രാക്ക് ആയിട്ട് കോംബോ ആയിട്ട് തന്നെ തോന്നുന്നത്. ഇത് കോംബോ ഇഷ്ടപ്പെടുന്ന ഫാൻസിനൊക്കെ വളരെ സന്തോഷ വാർത്തയായിരിക്കും, അവർക്ക് കുറച്ച് ആഘോഷിക്കാം. കുറെ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് എന്താണ് ജബ്രീന്നോ അങ്ങനെ എന്തൊക്കെയോ കുറേ കോംബോ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും. പക്ഷേ ഇവരുടെ ഇൻഡിവിജ്വൽ ഗെയിം വളരെ സ്ട്രോങ് ആയിരുന്നു. ജാസ്മിൻ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ഗെയിമർ വളരെ സ്ട്രോങ് ആയിരുന്നു, ഗബ്രി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ഗെയിമറും വളരെ സ്ട്രോങ് ആയിരുന്നു. ഇത് ഇവരുടെ ഇൻഡിവിജ്വൽ ഗെയിമിനെ ബാധിക്കുമോ എന്ന് കണ്ടറിയാം. എനിക്ക് ഇവരുടെ ഇൻഡിവിജ്വൽ ഗെയിം കാണാനാണ് കൂടുതൽ ആഗ്രഹം. വെറുതെ നമുക്ക് ഫാൻസിനെ കിട്ടാൻ അല്ലെങ്കിൽ കോംബോ ഫാൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് കോംബോ ആവേണ്ട ഒരാവശ്യമില്ല. ഇൻഡിവിജ്വലായിട്ട് കളിച്ചാലും നമുക്ക് ഫാൻസിനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർ രണ്ടുപേരും നല്ല സ്ട്രോങ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ ഫാൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോംബോ കളിക്കേണ്ട ആവശ്യം ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, ഇത് അവരുടെ ഗെയിം സ്ട്രാറ്റജി. ചിലപ്പോൾ സത്യമാവാം, ചിലപ്പോൾ അത് സ്ട്രാറ്റജിക്കലാവാം. പിന്നെ നോറ ജാസ്മിൻ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാ സീസണിലും ഉള്ള പോലെ ഫ്രണ്ട്ഷിപ്പ് ഗെയിം, ഫ്രണ്ട്ഷിപ്പിലുള്ളവർ ഗെയിം എടുത്തിടുക, ഗെയിമിൽ ഫ്രണ്ട്ഷിപ്പ് എടുത്തുക, ഇത് എല്ലാ സീസണിലും ഉള്ളത്. കഴിഞ്ഞ സീസണിലും റെനീഷയും സെറീനയും അഞ്ജുസും കൂടിയുള്ള പ്രശ്നമായിരുന്നു ഇത്. അവിടെ അത് തന്നെ ഇവിടെയും വന്നു. ഇപ്പോൾ നോറ എന്നെ ഇമോഷണലി വീക്കാണെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇവിടെ പുള്ളിക്കാരി ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി, ജാസ്മിനെതിരെ കളിക്കാൻ തുടങ്ങി, ഗബ്രിക്കെതിരെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ജാസ്മിൻ അവിടെ വീക്കായി. അപ്പോൾ എന്തായിരുന്നാലും ഇതൊന്നും ഇവരെയൊന്നും എഫക്റ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു ഫോക്കസ് ഉണ്ടാവും. വെറുതെ ഈ കോംബോയിലൊക്കെ പോയി പെട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇത് ബിഗ് ബോസ് കഴിഞ്ഞ് പിന്നെ അതൊരു തലവേദനയായിട്ട് മാറാതിരിക്കുക. പവർ റൂം, അതെ ഈ പവർ റൂമിൽ നിൽക്കുന്നവർക്ക് അത് നിഷാന നമ്മുടെ കോമളം നിഷാന പുള്ളിക്കാരിക്ക് സത്യമായ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു ഭാരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പവർ റൂം. പുള്ളിക്കാരിക്ക് ഒരു താല്പര്യമില്ല ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുക. ഇന്ന് സിജോയോട് പുള്ളിക്കാരി ഡയറക്റ്റ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കളിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു കോമണറായിട്ട് വന്നിട്ട് എനിക്ക് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് എനിക്കൊന്നും കളിക്കാൻ പറ്റാത്തതിന് എനിക്ക് വിഷമമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് വളരെ വളരെ കഷ്ടം തോന്നി അത് കണ്ടിട്ട്. അങ്ങനെ ഇത്രയും ആൾക്കാരെ ഓഡീഷൻ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഗോപികയൊക്കെ എന്ത് ഭേദമായിരുന്നു, എന്തുമാത്രം കാര്യം. ആ കുട്ടി വന്ന അടുത്ത നിമിഷം തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ആ കുട്ടി നിന്ന് ആ ദിവസം വരെ കണ്ടന്റ് ഉണ്ടാക്കിയ 90% ആ കുട്ടിയാണ് കണ്ടന്റ് ഉണ്ടാക്കിയത്. എടുത്തു പറയേണ്ടി വരും കോമണർ ഗോപികയുടെ കാര്യം. ഗോപിക ഇവരെ വെച്ച് നോക്കുമ്പോൾ 100% ബെറ്റർ തന്നെയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. നെഗറ്റീവായി എനിക്കറിയാം, പെൺകുട്ടികൾ കളിച്ചാൽ നെഗറ്റീവ് ആവും. പക്ഷേ ഗോപികയെ ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. സൂപ്പർ ഗെയിമർ, മാസ് കോമണർ എന്നൊക്കെ പറയുമായിരുന്നു. പെൺകുട്ടി ആയതുകൊണ്ട് കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഗോപികയായിട്ട് സിങ്ക് ആവാൻ കുറച്ച് താല്പര്യം കുറവുണ്ടായിരുന്നു കുറേ പേർക്ക്. ആ കുട്ടി എന്താ ഇങ്ങനെ, ഗോപികയ്ക്കും കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്രേക്ഷകരുമായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഗോപികയുടെ. പക്ഷേ ഗോപിക ഇവരെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണെന്ന് പറയാം. പിന്നെ കഥ പറച്ചിൽ ടാസ്ക് ചുരുക്കിയത് വളരെ നന്നായി. നമുക്ക് ബസർ ടാസ്ക് ആക്കി വളരെ നമുക്ക് മണിക്കൂറുകളോളം കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ലൈവിലും വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഇതിനകത്ത് കഥ പറച്ചിൽ ടാസ്ക് രതീഷിനെ കുറ്റം പറഞ്ഞ പോലെ രതീഷും റോക്കിയെ പറഞ്ഞു ഇത് ഫുൾ ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു, ഈ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യവും അല്ലെങ്കിൽ എനിക്ക് ഇതുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് രതീഷും പറഞ്ഞു. ഇത് ഒളിച്ചിരുന്ന് സിജോ കേൾക്കുകയും ചെയ്തു. ഇനി അടുത്ത് ജിൻഡോ സിജോ തമ്മിൽ തർക്കം. സത്യം പറഞ്ഞാൽ അത് അനാവശ്യ തർക്കം തന്നെയായിരുന്നു. സിജോ ജാൻമണീനെ കമ്മ്യൂണിറ്റീൻ്റെ രീതിയിൽ, അതായത് നിങ്ങൾക്കും
അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞത്തില്ല, നിങ്ങൾക്കൊന്നും പവർ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ആ നിങ്ങൾക്കെന്ന് പറഞ്ഞത് കമ്മ്യൂണിറ്റീനെയാണ് പറഞ്ഞത്, അങ്ങനെയല്ല പവർ ടീമിനെയാണ് സുജോ പറഞ്ഞത്. അത് ജിൻഡോ തെറ്റിദ്ധരിച്ചതാണ്. പിന്നെ അത് മാത്രമല്ല, ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് സുജോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു. ഇപ്പോഴും പുറത്താണ് കിടന്നുറങ്ങുന്നത്. അതായത് സിജോനെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ക്യാമറയെ കണ്ടത് സിജോ ജിൻഡോനെ ഇങ്ങനെ നിൽക്കെന്ന് പറഞ്ഞ് ഇവിടെ കൈ പിടിച്ചതായിട്ടാണ്. എനിക്ക് അവിടെ ഫിസിക്കൽ അസോൾട്ടോ ഇടിക്കാനോ അടിക്കാനോ പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഞാനത് കണ്ടതുമില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യം വെറും അനാവശ്യമായിട്ടുള്ള ഒരു വാശിയായിട്ട് ജിൻഡോടെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ലക്ഷറി ഷോപ്പിംഗ് ആദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസിൽ ഒരു ടീമിന് മാത്രമായിട്ടുള്ള ലക്ഷറി സംഭവങ്ങൾ, അത് പൈസ ലിമിറ്റില്ല, ടൈം മാത്രം ലിമിറ്റിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. കാര്യം പവർ ടീമിലേക്ക് വരാൻ തോന്നും. ഇപ്പോൾ പവർ റൂമാണോ സാധാരണ റൂമാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ റൂം എന്ന് പറഞ്ഞാൽ ഒരു ഭാരമാണ്, റിസ്ക് ആണ്. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം, നന്നായിട്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കണം. അതായത് നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് കളിച്ചാലേ പവർ റൂമിൽ നിൽക്കാൻ പറ്റൂ. നമ്മൾ കൂടുതലായിട്ട് അവരെ, അതായത് 3 ചെറിയ റൂമിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കുറച്ചും കൂടെ പ്രേക്ഷകരുടെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. കാര്യം അവരാണ് ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാർ. ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴും ആൾക്കാരുടെ സ്നേഹം കിട്ടുമോ, കഷ്ടം തന്നെ, അവരായിട്ട് ചെയ്യിപ്പിക്കുന്ന കണ്ട കഷ്ടം തന്നെ, അവർക്ക് ഇത് കിട്ടുന്നുള്ളൂ. മറ്റേ പവർ ടീമുകാർക്ക് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ പവർ ടീം ഭയങ്കര ഒരു ഭാരം തന്നെയാണ്. അതുകൊണ്ട് പവർ ടീം കിട്ടുന്ന ആൾക്കാർ സൂക്ഷിച്ചും കണ്ട് നിൽക്കുക. സിജോന്റെ ടീം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും എന്നുള്ളത് നമുക്ക് സിജോ ഇത്രമാത്രം എനിക്കിതാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ലൈവിലൊക്കെ. അപ്പോൾ ഇപ്പം കിട്ടിയ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം സിജോയുടെ ടീം എങ്ങനെയായിരിക്കും പവർ ടീം കളിക്കുന്നതെന്നുള്ളത്. ഇനി അടുത്ത് ലക്ഷറിയിൽ ജാൻമണിയുടെ കുറച്ച് വിഷമങ്ങളുണ്ടായിരുന്നു നമ്മുടെ BB+ൽ കാണിച്ചത്. സത്യം പറഞ്ഞാൽ ജാൻമണിയുടെ വാക്കുകളൊക്കെ കുറച്ച് കേൾക്കണമായിരുന്നു. കാര്യം ടൈം ലിമിറ്റ് മാത്രമേ ഉള്ളൂ, പൈസയുടെ ലിമിറ്റ് ഇല്ല. അപ്പോൾ ജാൻമണിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചു കൊടുക്കായിരുന്നു. അവിടെ വായിച്ചു കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഒരു 10 പേരെങ്കിലും വെറുതെ വായിച്ചു കൊടുക്കായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. ഒരു 10-30 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അവൻ്റെ പേര് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിലൊരു 5 എണ്ണമെങ്കിലും ജാൻമണിക്ക് വേണ്ടിയിട്ട് അവർക്ക് വാങ്ങിച്ച് കൊടുക്കാമായിരുന്നു. അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായി. നാളെ ഈ സുരേഷിന്റെ പ്രാങ്ക് ആയിരിക്കും. പിന്നെ ലാലേട്ടൻ എന്താണ് സംഭവം? ലാലേട്ടനാണോ വരുന്നത്? എനിക്ക് തോന്നുന്നത് ലാലേട്ടനല്ല, CID ലാലേട്ടൻ 2 ആണ് വരാൻ പോകുന്നത്. അതായത് CID രാംദാസ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പം ലോഞ്ച് എപ്പിസോഡിൻ്റെ അന്ന് ഒരു ലാലേട്ടൻ്റെ സെക്കൻഡ് വേർഷൻ, ലാലേട്ടൻ തന്നെയാണത്, CID രാംദാസ് എന്ന് പറഞ്ഞ വ്യക്തിയെ സ്ക്രീനിൽ കാണിച്ചു. അതായത് വീട്ടിനകത്ത് ഒരു സ്ക്രീൻ പോലെ ആക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള സകല ന്യൂസുകളും ലാലേട്ടനെ എത്തിക്കുന്ന ആളായിട്ടുള്ള CID രാംദാസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ലാലേട്ടൻ തന്നെയാണ്. നമ്മുടെ പഴയ നമ്മുടെ അക്കരയും നമ്മുടെ ഏതാണ് സിനിമ അക്കരയുടെ ഫസ്റ്റ് പാർട്ട്, അതുപോലെ ആ സിനിമയിലുള്ള കഥാപാത്രമായ CID രാംദാസ് തന്നെയാണ് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വൈൽഡ് കാർഡൊന്നും അല്ല, എന്തായാലും വൈൽഡ് കാർഡൊന്നും ഇപ്പോൾ വരാനുള്ള ചാൻസ് ഇല്ല, അതെന്തായാലും വീക്കെൻഡിലായിരിക്കും. അപ്പോൾ CID രാംദാസ് വരുന്നതിൻ്റെ സന്തോഷമാണ് പ്രൊമോയിൽ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ വന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ സുരേഷിൻ്റെ പ്രാങ്കും ഉണ്ടാവും. അതാണ് മിക്കവാറും. പിന്നെ നാളെ പവർ റൂം ടാസ്കിൽ ആരാണ് പവർ റൂമിലേക്ക് കയറാൻ പോകുന്ന വ്യക്തി, ടീം എന്നും കൂടി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ അനാലിസിസ്. ഇനി നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ എപ്പിസോഡ് 5 മാർച്ച് 14 ആരംഭിക്കുകയാണ്. വാളെടുത്താൽ അങ്കക്കല്ലി, വേലെടുത്താൽ ചിങ്ങപ്പുലി, കാൽപ്പണത്തിൽ കാവലുള്ള ജോലി എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കുന്നു. ഡാൻസ് ഒക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റിയിൽ കഥ പറച്ചിലാണ്. സുരേഷ്, നോറ ആൻഡ് റോക്കിയുടെ കഥയാണ് പറഞ്ഞത്. നന്നായിട്ട് പ്രിസൈസ് ആയിട്ട് കറക്റ്റായിട്ട് തീർത്തു, ബസർ ടാസ്ക് ആയതുകൊണ്ട് തന്നെ. ഇനി രതീഷിന്റെ മേക്ക് ഓവർ നടക്കുകയാണ്. സംഭവം പണിഷ്മെന്റ് ആയിട്ട് അർജുൻ കൊടുത്തതാണ്. ജാൻമണിയാണ് മേക്കപ്പ് ചെയ്യുന്നത്. നല്ല സുന്ദരനാക്കാം ഞാൻ. ഓക്കെ, നോക്കട്ടെ, പിരിക്കം നോക്കട്ടെ. Okay, the makeup artist, the celebrity makeup artist Kerala, ജാൻമണി മേക്കപ്പ് ചെയ്യുന്നു. ആരെ? രതീഷിനെ. ഇപ്പൊ കണ്ണാടി നോക്കണ്ട കേട്ടോ, ഞാൻ നല്ലതാക്കി മേക്കപ്പ് ചെയ്തു തരാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അർജുൻ പറയുന്ന പോലെ തന്നെ. അപ്പം ഓക്കെ, അത് കഴിഞ്ഞിട്ട് നല്ല ഫേസാണ്. ഓക്കെ എന്ന് പറഞ്ഞ് ഹായ് എന്ന് പറഞ്ഞ് രതീഷ് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ നല്ല സുന്ദരനായി, നല്ല ഭംഗിയായിട്ട് ഒരു പ്രേത ലുക്കൊക്കെ ഉണ്ട്, പ്രേതങ്ങൾ പോലെയുണ്ട് അതൊക്കെ പറഞ്ഞത്. അപ്പോൾ സുരേഷ് ചേട്ടാ എങ്ങനെയുണ്ട്? അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ കയ്യിൽ എന്താണ് ചൂലാണുള്ളത്. പ്രേതം പോലെ മാറ് നന്നായിട്ടുണ്ടല്ലേ? ഫ്രണ്ട്സായിട്ട് പറ, നല്ലതല്ലേ? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ സുരേഷ് ചേട്ടാ? ഫ്രണ്ട്സ് തന്നെ. ഞാൻ ഡൗട്ടായിപ്പോയി സുരേഷ് ചേട്ടാ. കരച്ചിൽ വരുന്നുണ്ടേ പെട്ടെന്ന്. കരച്ചിൽ വരുന്നതായിട്ട് കാണിക്കുന്നത് എൻ്റെ ചേട്ടനെ കാണുന്ന പോലെയാണ്, എൻ്റെ ബ്രദറിനെ കാണുന്ന പോലെയാണ്, എൻ്റെ അച്ഛനെ കാണുന്ന പോലെയാണോ? എടാ നീ അച്ഛനൊന്നും വിളിക്കണ്ട, അല്ല പ്രായമല്ല, പ്രായത്തിനാണെങ്കിൽ എന്നെ ഇവിടെ അപ്പൂപ്പനെന്ന് വിളിച്ചേനെ എല്ലാവരും. അങ്ങനെയാണ് സുരേഷ് ചേട്ടാ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ തളർന്നു പോയി. വല്ലാത്തൊരു വിഷമം, വേദന. എനിക്ക് ഈ പ്ലാറ്റ്ഫോം കിട്ടിയത് എനിക്ക്
ആർക്കെങ്കിലും കിട്ടുമോ? കിട്ടാതിരുന്ന പ്ലാറ്റ്ഫോമാണ്. കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെയാണ്. ഞാൻ പറയുന്നൊന്നും കേട്ടില്ലല്ലോ. ഞാൻ ഇനി കെട്ടിപ്പിടിക്കില്ല, ഒള്ളി ഹാൻഡ് ഷേക്ക് ചേട്ടാ, അത്രയും മതി, താങ്ക് യു എന്ന് പറഞ്ഞ് ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സുരേഷ്, അർജുൻ, സിജോ, ശരണ്യ. അപ്പോൾ ഇവിടെ അർജുൻ ചോദിക്കുന്നുണ്ട്, എന്ത് നിങ്ങളെല്ലാവരും സെറ്റിലായോ? സുരേഷ് സെറ്റിലായി. അപ്പോൾ അർജുൻ, അതെന്താ അങ്ങനെ? അത് ജാൻമണി പിടിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് കുഴപ്പം, ബാക്കിയുള്ളവരൊന്നും കുഴപ്പമില്ല, സോ കുടുംബക്കാരൊക്കെ ഒന്നും പ്രശ്നമില്ലേ? അപ്പോൾ സിജോ, അതാണ് എനിക്കും അറിയേണ്ടത്, എന്തുകൊണ്ട് ജാൻമണി പിടിച്ചാൽ മാത്രം കുഴപ്പം, അതെന്താണ്, അതെനിക്ക് അറിയണം. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പവർ ബെൽ ടാസ്ക് വരുന്നത്. ഇനിയാണ് കോമഡി. ശ്രീരേഖ പറയാണ്, പവർ ബെൽ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്, പവർ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം, ഹെഡ് മിസ്ട്രസിനെ പോലെ വന്നിരിക്കുന്നത് പവർ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉത്തരവുകൾ എഴുതും. അപ്പോൾ ബിഗ് ബോസ്, എനിക്കൊരു ആദ്യത്തെ കംപ്ലൈൻറ്റ് ഉത്തരവ് പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി രതീഷ തന്നെ ആയിരിക്കും, കാര്യം വേറെ ആരെയും പിടിക്കാനില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ്, എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, പക്ഷെ ചിലർ നമ്മുടെ വ്യക്തിത്വത്തെ, അപ്പം ഞാനത് പ്രസംഗോ ഗെയിമിനെ മോശമാക്കാൻ നോക്കുന്നു, അതും വെറും ഡ്രാമാറ്റിക്കലി. പവർ ഹൗസിന്റെ ഉത്തരവുകൾ ആരും മതിപ്പ് കാണിക്കുന്നില്ല. രതീഷേ, അപ്പം എന്നെ ആയിരിക്കും അല്ലേ, മിണ്ടരുത് രതീഷേ, മിണ്ടരുത്, ലൈവിൽ നടന്ന കാര്യമാണ്, മിണ്ടരുത്. അല്ല ഞാൻ എന്നെ ആണെങ്കിൽ അല്ല, മിണ്ടരുത്, മിണ്ടാതിരുന്നോണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. മറ്റേ പവർ ഹൗസിലെ ആൾക്കാർ എല്ലാവരും കൂടെ മിണ്ടരുത്. അപ്പം രതീഷ് എന്ന കണ്ടസ്റ്റന്റ്, രതീഷിന് അപ്പം ബോർഡിൽ എഴുതുകയാണ്, രതീഷ് കണ്ടസ്റ്റന്റ് ആയ എല്ലാ ഫ്രീഡവും ഉണ്ട്, പവർ അംഗങ്ങൾ പറയുന്നത് ഉത്തരവുകളാണ് എന്ന് പറഞ്ഞ ശേഷം ഈ വ്യക്തിത്വം പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത്. ആരുടെ നമ്മുടെ ശ്രീരേഖ പറഞ്ഞ കാര്യമാണ് ഞാനീ പറയാൻ പോകുന്നത്. മറ്റു കണ്ടസ്റ്റന്റിന്റെ ഗെയിം പ്ലാൻ, ഗെയിം കളിക്കാനുമുള്ള സ്വാതന്ത്ര്യം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പോലും. മികച്ച കണ്ടസ്റ്റന്റാണ് രതീഷെങ്കിലും ആ മികച്ച കണ്ടസ്റ്റന്റായി രതീഷിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റ് കണ്ടസ്റ്റന്റുകൾക്ക് ഉഷാറാകും, ഗെയിം ഉഷാറാവുകയും എല്ലാം ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഞങ്ങളുടേതായിട്ടുള്ള സ്പേസ് കിട്ടാനും ചിന്തിക്കാനും. അപ്പത്തേക്ക് ഉടനെ തന്നെ റോക്കി, നിങ്ങൾ എന്തോ നീ പറയുന്നത്? ഹലോ ഹലോ, ഞാനിത് വിയോജിക്കുന്നു, നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നത്? ഞാൻ പോകുന്നു, എനിക്കിത് ഇരിക്കണ്ട, നിങ്ങളെന്തൊന്നും അവനെ പൊക്കയാ ചെയ്യണത് ഇപ്പം. അപ്പം നമ്മളൊക്കെ വാഴകളും അവനാ ഗെയിം കൊണ്ടുപോകുന്നത്, നിങ്ങൾ എന്തോന്നാണ് പറയുന്നത്? അപ്പം ശ്രീരേഖ, ഞാൻ പറയുന്നത് റോക്കിക്ക് മനസ്സിലായില്ലേ? എന്തേ? അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇവനെ കെട്ടിയിടുന്നത്? അപ്പൊ ഇവനെ മാറ്റി നിർത്തിയാലേ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റില്ലേ? ഞാൻ പോണ്, അല്ലെ ഞാൻ പോണ്. റോക്കിക്ക് ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകാം, ഈ പരിസരത്ത് നിന്ന് പൊക്കോണം, ഓക്കെ? ഞാൻ പോണ്, എനിക്കിവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ലൈവിനകത്ത് സിജോ ഒക്കെ പറഞ്ഞു, അയ്യോ അത് പറയാൻ പറ്റില്ല, എങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സിജോ പറഞ്ഞു, നിങ്ങൾ നമുക്കിതാ പവർ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പവർ ടീം കളിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അപ്സരയും പറയുന്നുണ്ട് ലൈവില്, അയ്യോ ചേച്ചി ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആയി പറയുന്നത്? അപ്പം അതെ, ശ്രീരേഖയുടെ അഭിപ്രായം പറയട്ടെ ആദ്യം, അവിടെ മിണ്ടാതിരിക്കെല്ലാരും. അപ്പൊ റോക്കി, നമ്മൾ വാഴയും എവനും ഗെയിം കൊണ്ടുപോകണമെന്നാ എന്താണ് ഈ പൊതുവേദിയിൽ വന്ന് നിങ്ങൾ പറയുമ്പോൾ മര്യാദയ്ക്കൊക്കെ പറയണം കേട്ടോ. റോക്കി, ഇയാൾ കാരണം പോയിന്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓ അറിയാം, പോയിന്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. റോക്കിക്ക് മനസ്സിലാവത്തില്ല, ഞാനൊരു പവർ ഹൗസിലെ കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്നത്. ഇതിന്റെ സമയത്ത് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം, ഇത്രയും ആർഗ്യുമെന്റ് അവിടെ നടക്കുകയാണ്, ബഹളം നടക്കുകയാണ്, വഴക്ക് നടക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഏറ്റവും കോമഡി, മനസ്സിലായായിരുന്നു ജിൻഡോ. ത്രൂ ഔട്ട് ഈ വഴക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഉറങ്ങാൻ പറ്റുന്നത് എനിക്കൊരു പിടിയുമില്ല കേട്ടാ. ലാലേട്ടൻ വരുമ്പോൾ എടുത്തു കാണിക്കും കേട്ടോ ഈ മുഖം. അപ്പം റോക്കി പവർ ടീമിലെ കണ്ടസ്റ്റന്റ് ആണ്. റോക്കി ഇനി ഇതിനകത്ത് പങ്കെടുക്കണ്ട, റോക്കി ഇതിനകത്തേക്ക് ഒരു മീറ്റിംഗിൽ റോക്കി പങ്കെടുക്കണ്ട. ഞാൻ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വരാൻ പോണില്ല, നിങ്ങൾ പോവണ്ണമുള്ള ഇറങ്ങി. പിന്നെ റോക്കി പെണ്ണു ഇവിടെ നിന്ന് വിളിച്ചില്ലേട്ടാ, നിങ്ങൾക്ക് വേറെ പണി നോക്ക്. പിന്നെ അവരുടെ ഒരു പ്രസ്താവന, പിന്നല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലേ? ലക്ഷറി ബജറ്റ് ആർക്കാണ് പോയത്? റോക്കിക്കെന്ന് മനസ്സിലാവില്ല. 7000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലല്ലേ താമസിക്കുന്നത്. അതെന്ത് പറച്ചിലാണ് ശ്രീരേഖ? അപ്പോൾ ഉടനെ വെറുതെ എന്റെ കഷ്ടപ്പാടാണ് എന്റെ വീടെന്ന് പറയുന്നത്, കേട്ടല്ലോ, എന്റെ കഷ്ടപ്പാട്. അതിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിനെ ഞാൻ പറയും, അത് എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ റോക്കി. അപ്പൊ ഞാനിവിടെ സോഷ്യൽ മീഡിയയിലും സ്റ്റാറും അല്ല, സെലിബ്രിറ്റിയും അല്ല, ഫോളോവേഴ്സും ഇല്ല, ഒരു കുന്തവും ഇല്ല. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. എന്റെ വീട് വെച്ചത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഇവിടെ ഞാൻ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ അതേ പ്രിവിലേജ് ആണ് ഞാൻ അനുഭവിക്കുന്നത്, കേട്ടല്ലോ. ഞാൻ സാധാരണക്കാരൻ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. മര്യാദയ്ക്ക് സംസാരിച്ചോളാം. നിങ്ങൾ ഇമാതിരി വർത്താനങ്ങൾ പറഞ്ഞുണ്ടല്ലോ, നിങ്ങൾക്കറിയില്ല. ഞാൻ സാധാരണക്കാരൻ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ വേർപ്പാണ് എൻ്റെ വീട്. ഇതും അതുമായിട്ട് എന്ത് ബന്ധം? നിങ്ങൾ എൻ്റെ വീടിനെ പിടിച്ചിരുന്നത് എന്തിന്? അതിൻ്റെ ഇടയിൽ കൂടെ ആരെന്നറിയാമോ? ജിൻഡോ. ഈ ബഹളത്തിനിടയിലേ അപ്പം നിങ്ങൾക്ക് വോയിസ് ഇല്ല, പവർ ടീമിലെ ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ ജാൻമണി അവ ചാടി എണീറ്റുന്നുണ്ട്. റോക്കി
ഇത് നിനക്ക് എന്താണ് പവർ? ഇന്നലെ ഡിസ്കഷന്റെ സമയത്ത് പറയാൻ പറ്റാത്തത്? നിങ്ങൾ ഷിജോയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ നീ മിണ്ടാതിരുന്നില്ലേ? റോക്കിക്കൊന്നും പറയാനില്ലേ? അപ്പൊ ശ്രീരേഖ കുറച്ചൊന്നും മാറ്റി കേട്ടാ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ലക്ഷറി ബജറ്റ് നമ്മളെന്ന് പോയോ ഇല്ലയോ, ഈ വ്യക്തി കാരണം കട്ട് ചെയ്തോ ഇല്ലയോ, അതാണ് എനിക്ക് അറിയേണ്ടത്. നമ്മൾ അടുത്ത ആൾക്കാർ കിച്ചൺ ടീമിൽ വരുമ്പോൾ അവർക്ക് വസ്തുക്കൾ കിട്ടത്തില്ല, ലക്ഷറി ബജറ്റ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഇയാളെ ശിക്ഷിക്കണോ വേണ്ടയോ, അതിലേക്ക് പതുക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേ. അപ്പോൾ ജാൻമണി, ഞാൻ പഴയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഈ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാം, ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്തു. രാവിലത്തെ ഫുഡ് വേസ്റ്റ് ചെയ്തു, ഉച്ചക്കത്തെ ഫുഡ് വേസ്റ്റ് ചെയ്തു, വൈകുന്നേരത്തെ ഫുഡും വേസ്റ്റ് ചെയ്തു. ഞാൻ ചോദിക്കുകയാണ് രതീഷ്, നീ എന്താ രാജാവാണോ? നീ രാജാവാണോ? നമ്മൾ ആരെന്താ ദാസികൾ? ആണോ രതീഷ്? എനിക്കിതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാൻമണി പോകുന്നുണ്ട്. രതീഷ്, ഇത് ഇൻസൾട്ടാണ്, ഇത് ഇൻസൾട്ടാണ്, കണ്ടന്റ് കിട്ടി, ഇത് ഇൻസൾട്ടാണ്, ഞാനിത് ഞാൻ സ്വീകരിക്കില്ല, ഇത് ഇൻസൾട്ടാണ്. രതീഷ് അവിടെ ഇരിക്കെ, ഇത് ഇൻസൾട്ടാണ്, ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സ്വീകരിക്കത്തില്ല, ഇത് ഇൻസൾട്ടാണ്, എനിക്ക് ഇനി പറയാനില്ല, ഞാൻ ഒരിടത്തേക്കില്ല. പിന്നെ അപ്പോഴത്തേക്ക് റസ്മിൻ, മിണ്ടാതിരിക്കടാ, എനിക്ക് മിണ്ടാതിരിക്കില്ല, ഞാൻ മിണ്ടാതിരിക്കില്ല, എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് മാങ്ങയുണ്ട്, എനിക്ക് തേങ്ങയുണ്ട്, ചക്കയുണ്ട്, എന്തുവാടാ മിണ്ടാതിരിക്കടാ, മിണ്ടാതിരിക്കില്ല, ഞാൻ മിണ്ടാതിരിക്കില്ല, നീ ആരാ പറയാൻ മിണ്ടാതിരിക്കാൻ? അപ്പൊ റസ്മിൻ ചാടി ഇറങ്ങിയിട്ടാണ്. അപ്പം ഗബ്രി പോയിട്ട് ബെല്ലടിക്കുന്നുണ്ട്, അവിടെ പോയിരിക്കും, പവർ ടീമിൽ അംഗമാണ് പറഞ്ഞാൽ അവിടെ പോയിരിക്കും, മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ പോയിക്കുന്നുണ്ട്. അപ്പൊ ശ്രീരേഖയൊക്കെ അപ്പൊ നമ്മൾ പെണ്ണുങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അല്ലേ രതീഷിന് ഈ പ്രശ്നം? ആണുങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, ഞാൻ പറയട്ടെ. അവൻ ബെല്ലടിച്ചു, അവൻ ബെല്ലടിച്ചു, നിങ്ങൾ ബെല്ലടിച്ചില്ല. അയ്യോ ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. പിന്നെ അപ്പം സിജോ പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിക്കും, പവർ ടീം ഞാനാകും, 14 ആഴ്ച കണ്ടിന്യൂസ് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യും, ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് ഞാൻ അവരെയൊക്കെ പുറത്താക്കും, ഞാൻ തന്നെ ആവും പിന്നെ വിന്നർ. ഞാൻ എൻ്റെ കയ്യിൽ പവർ ഇങ്ങി എൻ്റെ കയ്യിൽ ഇപ്പം തരണം പവർ, ഞാൻ കാണിച്ചു തരാം, ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടുന്നത് എന്നൊക്കെ സിജോ ഇരുന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും രതീഷേ ഇവിടെ മാറിയിക്ക്, പോകാൻ നോക്ക്. രതീഷിനുള്ള ശിക്ഷ ഞാൻ പറയാം. ഇവിടെ രതീഷ് ബെഡ്റൂമിൽ കിടക്കണ്ട, ഇവിടെ ഹാളിൽ അവിടെ നിന്നാൽ മതി. അയ്യോ ചേച്ചി അത് പറയരുത്, ബെഡ്റൂമിലാക്ക്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, രതീഷ് ബാഗ് എടുത്തിട്ട് എവിടെയാണോ പോയി നിന്നത് അവിടെ പോയി നിൽക്കുക. അയ്യോ വെയിലല്ലേ, അവിടെ പോയി നിന്നേ പറ്റുള്ളൂ, പോയി നിൽക്കുക. ആ കുക്കുറുമ്പൻ ഞാൻ പോവേണേ, ബൈ, എനിക്ക് റൂമില്ല എന്ന് പറഞ്ഞ് രതീഷ് പോവുകയാണ് റൂമിലേക്ക്, അല്ലെ ഗാർഡൻ ഏരിയയിലേക്ക് കേട്ടാ. അത് കഴിഞ്ഞ ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം വിട്ടുപോയി. അത് കഴിഞ്ഞ് രതീഷ് പോയി അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ രതീഷ് ഗാർഡൻ ഏരിയയിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. ഗാർഡൻ ഏരിയയിൽ അപ്പം അവിടെ റോക്കി ഉണ്ട്. എന്തുവാടേ ഇത് എന്തുവാടേ കാലിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ റോക്കിക്ക് ഭയങ്കര വിഷമമായി മറ്റേ കാര്യത്തിൽ. അപ്പോൾ റോക്കി അവിടെ കാലിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ്, കരയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അർജുൻ വന്നിട്ട്, ചേട്ടാ കരയണ്ട. അല്ല എന്ത് വർത്താനാണ് അവർ പറഞ്ഞത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, അവൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാ നീ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാ അവർ മോട്ടിവേഷൻ രീതിയിൽ പറഞ്ഞതാണ്, ഇത്രയും പൈസയുള്ള ഇത്രയും വലിയ വീട്ടിൽ നിന്ന് വന്നിട്ട് മനസ്സിലാവുന്നില്ല. അല്ല എന്തുവാടേ ഇത്? അപ്പം ഗബ്രി, ചേട്ടാ അവർ പറഞ്ഞ തെറ്റാണ്. അതിൻ്റെ കൂടെ 100 കയറി വരുന്നുണ്ട്. പോടിയകത്ത് ഗബ്രി, പോടിയകത്ത് പോകത്തില്ല. അപ്പം റോക്കി, നീ പോവണ്ണേ അകത്തേക്ക്. ചേട്ടൻ പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം ഗബ്രി 100യുടെ പുറകെ അവിടെ പോയിരിക്കെ. പവർ ഹൗസിലെ ആളാണ് പറയണത്, പവർ മെമ്പറാണ് പറയണത്. ഇല്ല ഇരിക്കൂല, അവിടെ പോയി ഇരിക്കൂല, നീ ആയോണ്ട് ഞാൻ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ് 100 ഗബ്രി വിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രതീഷ്, ചായ എല്ലാവർക്കും ചായ കൊടുക്കുന്നു, ഞാൻ ഈ വെയിലത്ത് നിൽക്കുന്നു. എന്തോന്ന് ക്യാപ്റ്റന്, ഒന്നിനും കൊള്ളാത്തൊരു ക്യാപ്റ്റന് കൊണ്ട് മനുഷ്യനില്ലേ ഇവിടെ? ചായ ഇത് എനിക്ക് വയ്യ, എനിക്ക് വിശന്നിട്ട് വയ്യ, എൻ്റെ ദൈവമേ. അപ്പം റോക്കി, നീ ഒന്നും കഴിച്ചില്ലേടേ? പിന്നെ ഞാൻ കഴിച്ചടാ, പക്ഷെ തികഞ്ഞില്ല. അയ്യോ അവൻ്റെ ഫുഡ് തികഞ്ഞില്ല പോലും. അപ്പം ശ്രീരേഖ വരുന്നുണ്ട്. എനിക്ക് വിശക്കുന്നു ശ്രീരേഖ ചേച്ചി. ഇവിടെ മറ്റുള്ളവർക്കുള്ള ഫുഡ് തന്നെയാണ് രതീഷിനുള്ളത് കേട്ടല്ലോ. ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അതുപോലത്തെ ഭക്ഷണമേ കിട്ടത്തുള്ളൂ. അയ്യോ കുറച്ച് വലിയ മുഴുവൻ ഗ്ലാസ്സിൽ ചായ ആരാത്തത്, ഇത്രയൊക്കെ ചായേ ഉള്ളൂ കേട്ടോ. അപ്പം അയ്യോ അത് പറ്റൂല. അതിൻ്റെ ഇടയിൽ കൂടെ റോക്കി, നിങ്ങൾ 2 പേരും കൂടെ ഒത്തു കളിച്ചതാണെന്നാണ് എനിക്ക് ഡൗട്ട്. നിങ്ങൾ 2 പേരും കൂടെ ഒത്തു കളിച്ച്, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ 2 പേരും കൂടെ ഒത്തു കളിച്ച്. അത് തന്നെ ശ്രീരേഖ, അത് തന്നെ. അതിൻ്റെ ഇടയിൽ ശ്രീരേഖ രോക്കിയും കൂടെ അവിടെ വാക്ക് തർക്കം നടക്കുകയാണ്. അല്ല നിലപാടില്ലായ്മയാണ് നിങ്ങളുടെ പ്രശ്നം ശ്രീരേഖയെ. അപ്പം നിലപാടുള്ളത് കൊണ്ടാണ് ഞാൻ പവർ റൂമിലെത്തിയത്. പവർ റൂമിലെത്തിയത് നിങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എത്തിയത് കേട്ടാ.
അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് സഹായിച്ചില്ല? നിങ്ങളും വന്നായിരുന്നല്ലോ പവർ റൂമിൽ എന്നെ ആക്കാന്ന് പറഞ്ഞിട്ട്. ഒരു ഇൻഡിവിജ്വൽ ഗെയിമിനെ ഗ്രൂപ്പ് ഗെയിം ആക്കി നിങ്ങളല്ലേ. അപ്പൊ റോക്കി ഞാൻ തന്നെ, അത് എന്റെ ബുദ്ധി, അത് എന്റെ ഗെയിം, എന്റെ മനസ്സിലായില്ലേ? ഇഷ്ടപ്പെട്ട ആളെ ഞാൻ ക്യാപ്റ്റൻ ആക്കി, അത് എന്റെ ഗെയിം, നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ റോക്കി അയ്യോ ബെസ്റ്റ് 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 ബെസ്റ്റ്, നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് രതീഷ് അവിടെ ബെസ്റ്റ് ബെസ്റ്റ്. അപ്പൊ രതീഷ് എന്തുവാണ് ഇത്, ഒരു കുടുംബം പോലെയല്ലേ നമ്മൾ കഴിയുന്നത്, എന്തിനു വഴക്കിടണോ നിങ്ങള് രതീഷ്? അത് കഴിഞ്ഞ് നമ്മുടെ ചാലഞ്ച് നമ്പർ 2 ആണ് ട്രൂത്ത് ഓർ എന്താണ് ഫേക്ക്. അതാണ് സംഭവം. അതായത് ആക്ടിവിറ്റി ഏരിയയിൽ ഓരോ ടീമുകൾ കയറണം. അപ്പം മറ്റ് ടീം അംഗങ്ങളുടെ ഫോട്ടോസും അവരെ കുറിച്ചിട്ടുള്ള ഒരു സത്യവും കള്ളവും വെച്ചിട്ടുണ്ടാവും. അതിന് നമ്മൾ കള്ളം മാത്രം എടുത്ത് പുറത്തേക്ക് വെക്കണം. അതാണ് സംഭവം. ഇതിന്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ ലൈവ് അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിരിച്ച് ചത്തായിരുന്നു ജിൻഡോയുടെ പ്രിപ്പറേഷൻ. അപ്പം ഓരോരുത്തർ കയറുന്നു വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അപ്സരയുടെ ടീം കയറിയിട്ട് റോക്കിയോട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ റോക്കി പറയുന്നത് ഈ ഒരു സംഭവം എടുത്തേക്കുന്നത് ഇവരുടെ കള്ളത്തരം, ഇവർ പറഞ്ഞേക്കുന്നത് ഇവരുടെ ഫാമിലിയെ കുറിച്ച്. ജിൻഡോ സിസിലി എന്ന് പറഞ്ഞ അമ്മയുണ്ടോ? അത് കുറച്ച് കൂടിപ്പോയി എൻ്റെ റോക്കി. സിസിലി എന്ന് പറഞ്ഞ അമ്മയുണ്ടോ അതോ ഇല്ലയോ? ഇത് ശരിക്കും ഒരു ട്രീറ്റ്മെന്റിലാണോ? അപ്പൊ അപ്സര എൻ്റെ പൊന്ന് റോക്കി അതൊന്നും അല്ല. മറ്റ് കണ്ടസ്റ്റൻസുകളെ നേരിട്ട് നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ടോ, എത്രമാത്രം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ, അതാണ് സംഭവം. ഒന്നും മിണ്ടാണ്ടിരി എന്ന് അപ്സര പറയുന്നുണ്ട്. രതീഷ് ചേട്ടാ, അപ്പൊ രതീഷ് വരുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത് രതീഷ് ചേട്ടാ, മിണ്ടാണ്ടിരിക്കുക, എൻ്റെ അടുത്തേക്ക് വരരുത്. അല്ല ഞാനൊന്നും വന്നില്ല, ഞാൻ വെറുതെ എന്നോട് സംസാരിക്കരുത്. ഐ വിൽ ടോക്ക്, ഞാൻ സമ്മതിക്കൂല, ഞാൻ സംസാരിക്കും. ഐ വിൽ ടോക്ക്, അതിന് ഒരു ഇതുമില്ല, ഞാൻ സംസാരിക്കും. ഐ വിൽ ടോക്ക്. രതീഷ് ചേട്ടാ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒരു കാര്യം പറഞ്ഞ് സംസാരിക്കണം. അത് നീ വല്ല മുഖ്യമന്ത്രിയാണോ ഇത്ര കാര്യം പറഞ്ഞ് സംസാരിക്കുക? പിന്നെ വേറൊന്നുമില്ല. രതീഷ് ചേട്ടാ ഞാൻ അവന്റെ മുഖത്തേക്കാണ് നോക്കിയത്. സോറിയേ, സാഷ്ടാംഗ പ്രണാമമൊക്കെ കഴിച്ച് രതീഷ് പോകണം. അപ്പൊ അൻസിബ തോറ്റൊന്നും പോയിട്ടില്ല. അങ്ങനെ റിസൾട്ട് വരുന്നുണ്ട്. സിജോയുടെ ടീമാണ് ജയിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ്, ഏറ്റവും കുറഞ്ഞ പോയിന്റ് നമ്മുടെ ജാസ്മിൻ്റെ ടീം. ജാസ്മിനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരെ പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ടോട്ട് കൊണ്ടുപോയത് കേട്ടോ. അതൊക്കെ ലൈവ് കാണുമ്പോൾ അറിയാം. അങ്ങനെ സിജോയുടെ ടീമാണ് നാളെ പവർ റൂമിൻ്റെ ആൾക്കാരുമായിട്ട് മത്സരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് രാത്രി 3:05 ഇന്ന് 3:05 ഗബ്രിയും ജാസ്മിനും ട്രാക്കിലേക്ക് വരുന്നതാണ്. ഇത് ലവ് ട്രാക്ക് അല്ല കേട്ടോ, അവർ പറഞ്ഞിട്ടുണ്ട് കോംബോ ട്രാക്കാണേ. എന്താണ് എൻ്റെ പേര്? ഗബ്രി. എനിക്കറിയില്ല, എന്താ പേര് പറ. ജാസ്മിൻ, ചക്കര പൊന്നൂസ്. ഞാൻ പോട്ടെ, ഞാൻ ശരിക്കും പോവണമെന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ ഗബ്രി, നിനക്ക് പിന്നെ എൻ്റെ പേരൊന്നും അറിയില്ലല്ലോ. ആ സമയത്ത് ഏറ്റവും കോമഡി, നേരെ ക്യാമറ ജിൻഡോയിലേക്ക്. മലർന്ന് അവിടെ കിടക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ വെട്ടിയിട്ട പോലെ. ജിൻഡോ, അതിൻ്റെ അപ്പുറത്ത് രതീഷ് അവിടെ കിടക്കുന്നുണ്ട്. രതീഷ് രാവും പകലും അവിടെ പണിഷ്മെൻ്റ് ആണെന്ന് കേട്ടോ. എൻ്റെ പേര് പോലും അറിയില്ലല്ലോ നിനക്ക്. ഞാൻ എന്ത് പറയാനാണ്, എനിക്ക് അറിഞ്ഞൂടാ. നീ പറയുന്ന എൻ്റെ പേരെന്ന്. പോണ്ടേ? അതിൻ്റെ കൂടെ ഗബ്രി പോണ്ടം. എന്ത് പോണ്ടം? അതെന്താണ്? അപ്പം ഞാൻ 5 വരെ എണ്ണും. ഞാൻ പോണ്ടേന്ന്. 1 2 3 4 5. ഞാൻ പോവുകയാണ് കേട്ടോ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ജാസ്മിൻ പോവുകയാണേ. അതിൻ്റെ കൂടെ ഗബ്രി പേര് പോലും അറിയില്ല, പിന്നെയാണ് പോണത്. അപ്പോഴത്തേക്കും ജാസ്മിൻ അവിടെ ഒളിച്ചിരിക്കുകയാണ്. പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. പിന്നെ തിരിച്ചു വരുന്നുണ്ട്. എടാ നിനക്ക് മനസാക്ഷിയില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് കേട്ടാ. പിന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് കരയുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? കൊണ്ടെന്ന് പറഞ്ഞത്. അത് പിന്നെ ഗബ്രി സോറി ഇല്ല, മിണ്ടത്തില്ല. അപ്പം ഗബ്രി പുറകെ പോവാണ്. സോറി. അപ്പം ജിൻഡോ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം ഗബ്രി പുറകെ ഓടെയാണേ. സോറി. പിന്നെ തമാശയ്ക്കല്ലേ പറഞ്ഞത്? സത്യം പറ, ഞാൻ കാല് പിടിക്കാം, പക്ഷെ കാല് വാരരുത്. ഉണ്ടക്കണ്ണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഇത് എവിടെ ചെന്ന് എത്തുന്നത് കണ്ടറിയാം കേട്ടാ. അപ്പോൾ ഇതുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. BB+ നടന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. BB+ റോക്കിയുടെ കഥ. അത് രതീഷ് വന്ന് പറയണത് എന്ത് കഥയാണിത്? സ്ക്വയർ ഫീറ്റിന്റെ കാര്യമാണോ പറഞ്ഞത് ഗബ്രി? എന്തൊന്നാണ് ഈ നടക്കുന്നത് ഗബ്രി? ഇത് സിജോ അകത്തിരുന്ന് കേൾക്കാണ്, കക്കൂസിലിരുന്ന്. അപ്പം സിജോ ഇത് കേട്ടിട്ട് ശരണ്യോട് പറയാണ്, ഞാനിതൊക്കെ കേട്ടു, എനിക്കറിയാം രതീഷ് ഇത് മറ്റേ പുറത്തു പറയില്ല, ബാത്റൂം ഏരിയയിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ സുജോ ഇപ്പോൾ ക്ലാസ്സാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ഗബ്രിയും. ജാസ്മിൻ നരച്ച മുടിയൊക്കെ വന്നല്ലോ. 1 2 3 കണ്ണും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട്
ഒറ്റ അടി. അപ്പം നമ്മുടെ റസ്മിൻ വന്നിട്ട് എനിക്ക് വയ്യ, ഇത് എന്തൊക്കെയാണ് കാണിക്കണത്, അയ്യോ സോറി ഗബ്രി സോറി, ഏത്തോട് 30 ഏത്തോട് ജാസ്മിനെ കൊണ്ട് ഏത്തൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗബ്രി നൂറ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഗബ്രി വന്നിട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇന്ന് നൂറ എടുത്ത് ഗബ്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഈ ഏജിൻ്റെ കാര്യം, ഏജല്ലല്ല പേരിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാര്യം പേര്, നിനക്ക് വേറെ പേര്, നിനക്ക് അച്ഛനും അമ്മയും ഇട്ട പേര് ഇടാൻ പറ്റില്ലേ, നിനക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ. അപ്പോൾ പേരിൻ്റെ കാര്യത്തിൽ എത്രയോ ആൾക്കാർക്ക് ഇപ്പം മമ്മൂക്ക, അതിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ യഥാർത്ഥ പേരല്ല, പേര് കൊടുത്തതാണ്. അതുപോലെ നയൻതാര, ഇതൊക്കെ വേറെ എത്രയോ വലിയ ആൾക്കാർ പുതിയ പേരിൽ അറിയപ്പെടുന്നു, രണ്ടാമത്തെ പേരിൽ. അപ്പോൾ അതിലൊന്നും അല്ല ഇരിക്കുന്നത്, നമ്മൾ ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗബ്രി വന്നിട്ട് നിനക്ക് റെസ്പെക്ട് കൊടുക്കണം, നിനക്ക് അറിയത്തില്ല, ആർക്ക് വേണമെങ്കിൽ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാം, നിനക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. അപ്പം നൂറ നീ കണ്ടോ. അപ്പം നൂറ ഇവിടെ ഗെയിം കളിക്കാൻ തുടങ്ങിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നീ വാലാവാതെ നോക്കിക്കോ, നിനക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല, നിനക്കൊരു ബുദ്ധിയില്ല, നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല, നീ മിണ്ടാണ്ടിരിക്കും, നിനക്ക് 1 hour ശിക്ഷ, നീ മിണ്ടാണ്ടിരിക്കേ, പോടാ ഇറങ്ങാ, പോടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗബ്രി വന്നിട്ട് പറയുന്നുണ്ട്, ഗബ്രി ഇവിടെ ക്യാമറ നോക്കി പറയുന്നുണ്ട്, ഈ പവർ വെച്ച് ഇവിടെ, അതായത് മറ്റു പ്രശ്നങ്ങൾ നടക്കുകയാണ്, നമ്മുടെ രതീഷിനെ പുറത്താക്കിയ പ്രശ്നങ്ങൾ. ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട്, ഈ പവർ വെച്ച് നമുക്ക് ആരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് അറിയുകയും ചെയ്യാം, ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സുജോ പറ, എന്നെ നോമിനേറ്റ് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യ്. എടാ സിജോ, നീ ഓൾറെഡി നോമിനേറ്റഡ് ആണ്, എന്നാൽ അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്യ്. അടുത്ത ആഴ്ച എങ്ങനെയാ നോമിനേറ്റ് ചെയ്യുന്നത്, നമ്മളല്ലല്ലോ പവർ ടീം. അപ്പോൾ ഗബ്രി നോറ സോറി എന്ന് പറഞ്ഞ് സോറി പറയുന്നു. അത് കഴിഞ്ഞ് ജിൻഡോയും സിജോയും കൂടെ ജാൻമണിയുടെ കാര്യത്തിൽ, എടാ ജിൻഡോ സിജോ എടുത്ത് നീ എന്താണ് പറഞ്ഞത്, നിനക്ക് എന്താണ്, നീ ജാൻമണിയുടെ കമ്മ്യൂണിറ്റിയാണ് പറഞ്ഞത്, നീ തെളിയിക്ക് ഞാൻ എന്താണ് പറഞ്ഞത്. പിന്നെ നീ തെളിയിക്കും. എടാ നിന്റെ മസിൽ ഉരുകൂടാ സിജോ, നിന്റെ മസിൽ ഉരുകും. ജാൻമണി അങ്ങനെ പറയില്ല ഷിജോ, അങ്ങനെ പറയില്ല. ആദ്യം നീ സംസാരിക്കാൻ പഠിക്ക് കേട്ടാ. അപ്പോഴത്തേക്കും സിജോ ജിൻഡോയുടെ കൈ പതുക്കെ നീ ഇങ്ങോട്ട് വാങ്ങിക്കോളാന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ജിൻഡോ നോക്കൂ ബിഗ് ബോസ്, ഫിസിക്കൽ അസോൾട്ട് ഈ ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, എൻ്റെ കൈ കയറി പിടിച്ചു, അതാണ്. അപ്പോൾ ജാൻമണി ഐ ട്രസ്റ്റ് യു ഷിജോ, ഐ ഡിഡ്ന്റ് ആസ്ക് യു. ഓക്കെ. അപ്പോൾ സിജോ മനസ്സിലായാലും നിനക്ക്, ഞാൻ അങ്ങനെ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് പവർ ടീമിനെയാണ്. അത് കഴിഞ്ഞിട്ട് പവർ ടീമിന് മാത്രമുള്ള ഷോപ്പിംഗ് നടക്കുകയാണ്, ലക്ഷറിയാണ്, ടൈം ലിമിറ്റ് ഉണ്ട്, പക്ഷെ പൈസ ലിമിറ്റ് ഇല്ല. അപ്പോൾ ജാൻമണി ഇടയ്ക്കൊക്കെ നിന്ന് പറയുന്നത് ആരും കേൾക്കുന്നില്ല, സൂപ്പറാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് സുരേഷ് കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു, പ്രാങ്ക് ആസൂത്രണം ചെയ്യണമെന്ന് പറയുന്നു. ജാൻമണിയുടെ കരച്ചിൽ, എനിക്ക് ഇഷ്ടംപോലെ ഒന്നും തണ്ണില്ല, ഞാൻ എത്ര തവണ ആ ഗബറിയോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞാനൊരു വെജിറ്റേറിയനാണ്, ബിഗ് ബോസ് എന്നോട് എന്തെല്ലാം ഈ ചതി ചെയ്ത് എനിക്ക് കേൾക്കില്ല. I don't want to trust anyone in this house. ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ, എനിക്കുള്ള സാധനം ഒന്ന് വായിച്ചു തരാൻ, ലാംഗ്വേജ് എനിക്ക് പറയാനും വായിക്കാനും പറ്റത്തില്ല, ഒന്ന് വായിച്ചു തരാൻ ഗബറിയോട് പറഞ്ഞു. ഗബറി വായിച്ചു തന്നില്ല. I don't want at least some names, you can read it, I don't want anything. അപ്പം ഞാൻ മെൻ്റലി ഫിസിക്കലി ഞാൻ എല്ലാവരോടും ഞാൻ പവറായിട്ടിരുന്നിട്ട് എന്നോട് എന്നെ കോണർ ചെയ്തു. അപ്പോൾ യമുന വന്ന്, അയ്യോ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രാജ്മ മേടിച്ചത്, ഒന്നും മിണ്ടണ്ട, എന്നോട് മിണ്ടണ്ട, പോടണ്ട. അത് കഴിഞ്ഞ് ഗബറിയോട് ഞാൻ പറഞ്ഞേനെ, ഗബറിയോട് എന്ന് ജാൻമണി ഭയങ്കര കരച്ചിൽ. അവസാനം ജാൻമണി പോയിട്ട് ഗബറിയോട് സോറി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിൻഡോ സമരത്തിലാണ്, ഗാർഡൻ ഏരിയയിൽ കിടപ്പ്. എടാ ജിൻഡോ നീ ഒന്ന് എണീക്കടാ, രതീഷ് എണീക്കടാ, നിനക്ക് തണുപ്പടിക്കും. ആ സിജോനെ പുറത്താക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല, മിക്കവാറും 100 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും കേട്ടോ ജിൻഡോ. നീ അപ്പോൾ യമുന അകത്ത് കയറി കിടക്കടാ, ഇങ്ങോട്ട് അകത്ത് കയറി കിടക്ക്. അങ്ങനെ VV+ സെൻഡ് ചെയ്യണം. നാളെ എന്തൊക്കെയാണെന്നുള്ളത് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.